സേതുമോൻ ചിറ്റേത്ത്, ഇത് താങ്കൾക്ക് തിരച്ചിലിൽ താങ്കൾക്ക് തോന്നിയ ഒരു സംശയമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിയിലേക്ക് എത്താനും ഇത് ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ ഒരു ഹത്യയാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെടാനും ഇടയാക്കിയത്. അല്ലെങ്കിൽ ഇതൊരു സ്വാഭാവിക മുങ്ങിമരണമല്ല. ആരും ചോദിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ മലിനജലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കൊലപാതകത്തിൻ്റെതായ സൂചനകളുണ്ടോ? ഇല്ല. സ്വാഭാവികമായ ഒരു മുങ്ങിമരണം എന്ന നിലയ്ക്ക് മാറേണ്ടിയിരുന്ന ഒന്ന് താങ്കളുടെ ഒരു സംശയത്തെ തുടർന്നാണ് ഈ പ്രതിയിലേക്കൊക്കെ എത്തിയത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊപ്പം തിരച്ചിലിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഇവനിലേക്ക് താങ്കളുടെ സംശയം പോകാനുള്ള കാരണം ശ്രീ സേതുമോൻ ചിറ്റേത്ത്? നമസ്കാരം. അത് ഞങ്ങൾ ഈ തെരച്ചിൽ ആരംഭിക്കുമ്പോൾ തന്നെ ഈ കുട്ടിയെ കാണാണ്ടായി എന്ന് പറഞ്ഞ സമയം മുതൽ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ ചെല്ലുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തപ്പോൾ സജീവമായിട്ട് ഈ ജോജോ എന്ന് പറയുന്ന ഈ പ്രതി നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് ഏകദേശം അറിയാവുന്നത് കൊണ്ട് നമ്മൾ അവനോട് ചോദിച്ചു, കുട്ടി നീ നിൻ്റെ കൂടെ വന്നിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കൂടെ ആ പാടത്തിൻ്റെ അവിടം വരെ വന്നിട്ട് ഞാൻ തിരിച്ചു വിട്ടു എന്ന് പറയുന്നു. എന്നിട്ട് സജീവമായിട്ട് അവൻ നമ്മുടെ ഒപ്പം തന്നെ, നമ്മൾ പലതും അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് തിരയാനായിട്ട് നമ്മുടെ ഒപ്പം വരികയാണ്. യാതൊരുവിധ ഒരു മുഖത്തൊരു ടെൻഷനോ ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷെ അപ്പോൾ പോലും നമ്മളിൽ നിന്ന് മാറി നടക്കാൻ അവൻ നമ്മളെ ഡയറക്ഷൻ മാറ്റിവിടാനുള്ളൊരു ശ്രമം അവൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാളയിലെ മറ്റേ SI സുരേഷ് സാറ് ആ ടീമാണ് അപ്പോൾ വന്നത്. നമ്മൾ ഉടനെ വിളിച്ചറിയിച്ചതെന്ന് വെച്ചാൽ ഉടനെ തന്നെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ സാറിനോട് നമ്മൾ ഈ സംശയം പറഞ്ഞു. ഇവനെ ആളത്ര വെടുപ്പല്ലാത്തത് കൊണ്ട് ഇവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് കണ്ടത്. പക്ഷെ നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കിട്ടിയ ആ ഒരു 6-8-നാണ് ഇവൻ്റെ കൂടെ ആ കുട്ടി അങ്ങോട്ട് പാസ് ചെയ്യുന്ന നമുക്ക് കാണുന്നത്. പിന്നീട് തിരിച്ച് ആ കുട്ടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ ഇവൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആളൊരു നല്ലൊരു ആചാനബാഹു എന്നൊക്കെ പറയുന്ന മാതിരി തന്നെയുള്ള ആളാണ്. 18 വയസ്സായ കൂടെ ഒരു നല്ലൊരു ആരോഗ്യമുള്ള ദൃഢഗാത്രനായിട്ടുള്ള ഒരു പയ്യനാണ് അവൻ. പിന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ അവനോട്, നീ കുട്ടിയെ എങ്ങോട്ടാ നിൻ്റെ കൂടെ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ സ്പോട്ട് കാണിച്ചെന്ന് ഇവിടം വരെ വന്നു, എന്നിട്ട് ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു. പിന്നീട് അടുത്തുള്ളൊരു കുട്ടി പറയുന്നു ജാതിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ചാടി വരുന്നത് കണ്ടെന്ന്. അപ്പം നമുക്ക് ആ ടൈം വെച്ച് നോക്കുമ്പോൾ 6-8-നാണ് ഇവർ രണ്ടുപേരും പോകുന്നതായിട്ട് കാണുന്നത്. തിരിച്ച് ആ കുട്ടി ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുറപ്പിച്ചു ഇവൻ്റെ കൂടെ തന്നെയാണ് ആ കുട്ടി പോയിട്ടുള്ളതെന്ന്. പിന്നെ സജീവമായിട്ട് ഇവൻ നമ്മുടെ കൂടെ കുറച്ച് നേരം അപ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ പോലീസിനോട് പറഞ്ഞപ്പോൾ തന്നെ അവർ വ്യക്തമായിട്ട് അവനെ മാറ്റി നിർത്തി ചോദിക്കുകയും പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ സ്റ്റേഷനിൽ അവൻ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ, അവനെ ചോദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുട്ടി മുങ്ങി മരിച്ച, നിങ്ങൾ പറഞ്ഞ മാതിരി അവിടെ വഴിതെറ്റിപ്പോയി ആ കുളത്തിൽ വീണ് അല്ലെങ്കിൽ ആ ചളിക്കുട്ടിൽ വീണ് മരണപ്പെട്ടു എന്ന് മാത്രമായിട്ട് മാറിയേനെ. ഇവനെ പോലുള്ള ക്രിമിനൽ വീണ്ടും നമ്മുടെ നാടിന് ഇതുപോലെ ഇവൻ വീണ്ടും ചെയ്തേനെ. അതെന്തായാലും ഒരു ദൈവാധീനമാണ്.